ദീപാവലി ആയിട്ട് ആരും കാണുന്നില്ലല്ലോ. ആ അമ്പിളിയുടെ വീട്ടിൽ നിന്നൊക്കെ എന്തായാലും മിഠായി ഇട്ടണ്ടതാ. അവളുടെ ഭർത്താവിനൊക്കെ ബേക്കറി അല്ലേ. ആരോ വരുന്നുണ്ടല്ലോ. ആരാത്? പൂജ ചേച്ചി. അമ്പിളി, നിന്നെ പറ്റി പറഞ്ഞേ ഉള്ളൂ. നിനക്ക് 100 ആയുസാ. ആണോ ചേച്ചി? അതെ അതെ, സത്യമായിട്ടും. മിഠായിക്കട്ടി ഉണ്ടല്ലോ, ഇങ്ങോട്ടുള്ളതാണോ? അല്ല, അമ്പിളി ഇപ്പൊ എന്തിനാ വന്നേ? പൂജേച്ചി, അത് ഞാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ദീപാവലിയൊക്കെ അല്ലേ, അപ്പം അതിന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്ന. ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി. എന്നാ ശരി പൂജേച്ചി, ഞാൻ പോട്ടെ. ശരി ശരി. എന്ത് തരം മിഠായികളാ ഇത്! ഇപ്പം ഞാൻ തിന്നു തീർക്കും. എന്തൊക്കെയാ ഈ വെട്ടി എന്തായാലും കാര്യം. ഇത് വലിച്ചെറിയാം. അയ്യോ, അങ്ങേര് വന്നാ ഇനിയിപ്പോ എന്ത് കൊടുക്കും? അത് കുഴപ്പമില്ല, ഇനി വേറെ ആരെങ്കിലും തരുമെന്നൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതേതൊരു കുട്ടിയായിരുന്നു, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഹായ് മോം. ഹായ്. അല്ല, മോളേതാ? മോമിനെ മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായില്ല. എൻ്റെ ദുബായിത്തെ എൻ്റെ മോളെ ഫ്രണ്ട് വല്ലാണോ? നോ മോം, ഞാൻ അമ്മയുടെ മോളാണ്. എൻ്റെ മോളോ? മോളെ, ഞാൻ നിന്നെ കണ്ടപ്പോ വിചാരിച്ച ഏതോ ഇംഗ്ലീഷ്കാരത്തി എല്ലാം ആണെന്ന്. എന്താ നിന്റെ മുടി കഴിച്ചിട്ടൊരു പകുതിയുള്ള ഉടുപ്പ് ഇട്ട് എന്തോന്നാടി നിന്റെ കോലം? ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോ എങ്ങനെ വിട്ടതാ എണ്ണ തേച്ച മുടിയും നല്ല രസത്തിൽ വിട്ടൊരു കുട്ടിയല്ലായിരുന്നു നീ. ഇപ്പൊ നിന്റെ കോലം കണ്ട ആരാരും നെട്ടി താഴെ വീഴും. അത് എണ്ണ തേച്ച മുടിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ. ഇപ്പത്തെ ഫാഷനാ മോം ഇതൊക്കെ. കൊണ്ടുവന്നിട്ടുണ്ട് മോം. മോം, open your mouth. Mom, what is your mom? ഇനി അമ്പിളി കൊടുത്ത സ്വീറ്റ്സ് അങ്ങേർക്ക് കൊടുക്കാൻ ഇവളുണ്ടോന്ന് സ്വീറ്റ്സ്. ഇപ്പത്തെ ഒരു ഫാഷൻ.